നമസ്കാരം ഗൈസ്, ആർജയാണ്. ആർജസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു വില്ലേജ് ടൂറാണ് ഗൈസ്. ഇന്ന് വില്ലേജ് ഓഫീസിൽ പോകാണ്ട് നമുക്ക് നമ്മുടെ വൈഫിൻ്റെ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങണം. വില്ലേജ് ഓഫീസർ നല്ല ആളാണോ, കൈക്കൂലി വാങ്ങുമോ എന്നൊക്കെ പോയാൽ നമുക്കറിയാം. കുടയും പിടിച്ച് കിടപ്പുണ്ട്. വെയിലത്ത് കുട നിവർത്തി പിടിക്കാനുള്ളതാണ്, പക്ഷേ ഇദ്ദേഹം കുട മടക്കിയേ പിടിക്കുള്ളൂ. അത് അങ്ങനെ ഒരു സൈക്കോ ബേബിയാണ്, ബട്ട് കാര്യമില്ല. നന്നായിട്ട് വേർത്ത് കുടിച്ച് രാവിലെ നേരത്തെ പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ രാവിലെ മമ്മി വിളിച്ചത് കുറേ ഉപദേശം ചീത്തുറച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മയുള്ളവർക്കെല്ലാം അറിയുള്ളൂ, അതൊക്കെ നല്ലതല്ലേ. ചീത്തുറച്ചിൽ ഉപദേശമൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ കേട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് നടന്നു പോവാണ്. ഇന്ന് നമുക്കിന്ന് ബസ് പോയി ഗൈസ്. 10 മണിക്കാണ് ബസ്. മമ്മി സംസാരിച്ച് 1 മണിക്കൂർ 47 മിനിറ്റും മമ്മി ഫോണിൽ സംസാരിച്ച്. അപ്പോൾ ഇനി നമുക്ക് മമ്മിക്ക് മമ്മിക്ക് സന്തോഷം, എനിക്കൊരു ഹാപ്പി. കാരണം നമ്മുടെ ചീത്തോളം നമുക്ക് ഹാപ്പിയാണ്. നമ്മൾ ഇനി നോക്കി ബസ്സിൽ കാട്ടിന് അങ്ങോട്ട് വെക്കൊന്നും. ഇനി നമുക്ക് നടക്കണം, ചാരുമൂട് വരെ നടക്കണമെന്നാണ് തേങ്ങാസൂതി പറഞ്ഞത്. നോക്കാം, വല്ല റിട്ടേൺ ഓട്ടോറിക്ഷ ഇട്ടേ പോവും, അതല്ലെങ്കിൽ നമ്മൾ നടന്നു തന്നെ ചാവും. ഇന്ന് മിക്കവാറും നടന്ന് ചാവാനായിരിക്കും എൻ്റെ തലയിലെഴുത്ത്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നമുക്ക് നടന്നു പോവുകയാണെങ്കിൽ ഇതൊരു വാക്കിംഗ് ടൂർ ആവാൻ ചാൻസ്, വില്ലേജ് വാക്കിംഗ് ടൂറായി മാറാൻ വേറെ ചാൻസ് കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം അതാണ് ഇന്നത്തെ അവസ്ഥ. പൊട്ട വെയിലത്താണ് വില്ലേജ് വാക്കിംഗ് ടൂർ ചെയ്യാൻ വേണ്ടി പോണത്. പിന്നെ ഒരു കുടയുള്ളതുകൊണ്ട് സമാധാനമുണ്ട്. പക്ഷെ എങ്കിലും ഈ കുട എനിക്ക് കിട്ടൂല. ഇവളുടെ ഹൈറ്റിനെ പിടിക്കുള്ളൂ. എനിക്ക് കുനിഞ്ഞ് നടക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. ആണ് എൻ്റെ അവസ്ഥ. ഞാൻ ഇപ്പഴേ ചേർത്ത് അവൾക്ക് ഹീറോള് ചെരുപ്പ് പക്ഷെ തെയ്യൂല. കാലായിട്ട് 2 കോലൂത്തി കൊടുക്കണം. പണ്ട് സർക്കസ് നടക്കുമ്പോൾ മോഷ്ടിക്കാൻ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. എല്ലാരും മറ്റുള്ളവരെ പറമ്പിലിറങ്ങി വിറക് പറക്കലും അതും ഇതും തേങ്ങ പറക്കലൊക്കെ ആയിരിക്കും നടക്കുക. ഞങ്ങളുടെ വഴിയിൽ ഗൈസ് ഒരുത്തും തൂറിട്ടു ഗൈസ്. ഞങ്ങൾ നടക്കുന്ന വഴി തൂറിട്ട്. അത് ഞാൻ പറ്റെങ്കിൽ വീഡിയോ വരുമ്പോൾ കാണിച്ചില്ല, തീട്ടം കാണിച്ചില്ല, തൂറിട്ട വഴി കാണിച്ചില്ല ഗൈസ്. ഭയങ്കര ഒരു വൃത്തിയുടെ സ്വഭാവം. ഇത്ര കാലം കള്ളന്മാരെ മാത്രം നമ്മൾ സഹിച്ചാൽ മതിയായിരുന്നു. ഇപ്പം തൂറ്റിലാരും ശ്രമിക്കണം. കള്ളന്മാരെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ തൂറ്റിലാരും സഹിക്കണം. ഇത് എന്തൊക്കെ കള്ളുടിമാരും കള്ളന്മാരും തൂറ്റിലാരും എല്ലാവരും കൊണ്ട് ഈ നാട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. നമുക്കെന്തായാലും ബാക്കി മുന്നോട്ട് പോകുമ്പോൾ കാണാം. നമ്മളത് ഫ്രണ്ടിൽ ചേച്ചി പെണ്ണ് തേങ്ങാസൂതി പറഞ്ഞില്ലേ, നമ്മളത് അവരൊക്കെ വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ നിന്ന് കുറേ നടക്കാണ്ട് ഗൈസ്. ഒരു 5-6 കിലോമീറ്ററിന് പോകണം ചാരുമുടുക്ക്. അത്ര ദൂരം നടന്ന് ഞാൻ ഇവിടെ നിന്ന് ചാവും, വേർത്ത് കുളിക്കും. അതിന് ശേഷം വേണം അവിടെ നിന്ന് ബസ്സായിട്ട് വീണ്ടും പോകാനായിട്ട്. ഇവിടെ നിന്ന് വില്ലേജിൽ പോകാൻ കുറേ ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട്. അതും പോയി. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ദൂരം നമുക്ക് നടന്ന് പോകാനുണ്ട്. മിക്കവാറും നടന്ന് ചാവാനായിരിക്കും വിധി എന്ന് തോന്നുന്നു. ഞാൻ മിക്കവാറും കുഴഞ്ഞ് വീണ് വീട്ടിൽ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് ശ്രുതി താമസം വരുന്നതായിരിക്കും ഇങ്ങനെ പോയാൽ. ഇപ്പോഴേ ഞാൻ തളർന്ന് വില്ലേജ് ഓഫീസർ നടന്നെത്തുന്നറിയില്ല. വില്ലേജ് ഓഫീസർ നടക്കണ്ട, നമുക്ക് ചാരുമൂട് നടന്നാൽ ചാരുമൂട് നമുക്ക് ബസ്സേറി പോകണം. അവിടെ നിന്ന് ബസ്സേറി പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ ചാവും. കാരണം ചാരുമൂട് നിന്ന് വില്ലേജ് ഓഫീസിൽ കുറേ ദൂരം പോകണ്ട്. ഇവിടെ നിന്ന് ബസ് ഇടുന്നൊരു ബസ് റൂട്ട് ചാരുമൂട് നമുക്ക് അവിടെ വരെ പോവാം. ഏതായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഗൈസ് നമുക്ക് ഭാഗ്യമുണ്ട് ഗൈസ്, വീട്ടിൽ നിന്ന് നമുക്കൊരു വണ്ടി കിട്ടി, ഒരു റിട്ടേൺ ഓട്ടോറിക്ഷ കിട്ടി. നമുക്ക് സുഖമായിട്ട് ചാലുമൂട് പോയിട്ട് അവിടെ നിന്ന് ബസ് കയറി പോവാം. ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് അവിടെ നടന്ന് ചത്തേനെ. ഇപ്പോൾ കുഴപ്പമില്ല, ഈ ചേട്ടൻ വന്നതുകൊണ്ട് രക്ഷപ്പെട്ട് നമ്മൾ സുഖമായിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് കാണാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാലുമൂട് പോയിട്ട് വേണം ബസ് കയറി പോകാനായിട്ട്. അതായത് ഓട്ടോറിക്ഷ നന്നായി, ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ശരിക്കും നടന്ന് വളഞ്ഞ് ചത്തേനെ. ഭാഗ്യം നമുക്ക് ചില സമയത്തൊക്കെ ഭാഗ്യം ഇങ്ങനെയൊക്കെ തുണയ്ക്കാറുണ്ട്. ഒരു കൊല്ലം അങ്ങനെ മുകളിലിരിക്കണേ, തേങ്ങാക്കോല മുകളിലിരുന്നിട്ട് കരിക്ക് ഇട്ടിട്ട് പോയി. നല്ലിക്കുഴി എത്തി. ഇനി അത് നമുക്ക് ചാലുമൂട്
നമ്മൾ നല്ലിക്കുഴി എത്തി ഗൈസ്. നല്ലിക്കുഴി നല്ലിക്കുഴി കഴിഞ്ഞു. ചാലക്കുടി കൂടി കാണാം. നമ്മൾ ഫൈനലി ചാരുമൂട് എത്തി ഗൈസ്. ചാരുമൂട് നിൽപ്പുണ്ട്. നമുക്ക് നല്ലിക്കുഴി കഴിഞ്ഞപ്പോഴാണ് ഒരു റിട്ടേൺ ഓട്ടോറിക്ഷ കിട്ടിയത്. ചാരുമൂട് എത്തി. നമുക്ക് ഇവിടുന്ന് നമ്മുടെ എവിടെയാണ് പോകേണ്ടത്? അവിടെ നമുക്കിന്ന് പോകേണ്ടത് വില്ലേജ് ഓഫീസിലാണ്. ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോകേണ്ടത്. അവിടെ പോയി നോക്കാം. ഇന്നെല്ലാം കൂടി പെട്ട ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ വില്ലേജ് ടൂറിൻ്റെ 2ാം ദിവസമാണ് ശരിക്കും. പക്ഷേ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോയുടെ കൂടെ ആഡ് ചെയ്ത് കാരണം ഇന്നലെ എടുത്ത വീഡിയോ എനിക്ക് ഫുൾ എടുക്കാൻ പറ്റിയില്ല. ഫോണൊക്കെ ചാർജ് സ്വിച്ച് ഓഫ് ആയിപ്പോയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി കൂടി ചേർത്ത് ഇന്നും കൂടി ചേർത്തിലാണ് നോക്കുന്നത്. നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബസ് പോകേണ്ടത്. ഇതിപ്പോൾ നിർമ്മാണ പോകുന്നത്. നമുക്ക് അങ്ങോട്ടുള്ള നമുക്ക് തിരിച്ച് ഇങ്ങോട്ടുള്ള ബസ്സാണ് ബ്രേക്ക് പോകേണ്ടത്. ആ ബസ്സിലാണ് പോകേണ്ടത്. അപ്പോൾ ഇങ്ങോട്ടുള്ള ബസ് വന്നിട്ടില്ല. വരാണ്ട് വെയിറ്റിംഗ് ആണ്. നല്ല വെയിലാണ് ഗൈസ്. ഇന്നലത്തെക്കാളും വെയിൽ കൂടാൻ തോന്നുന്ന ദിവസം. കാരണം ഇന്നലത്തെക്കാളും കൂടുതൽ നടന്നു നിന്നാണ് ശരിക്കും. ഇന്നാണ് ശരിക്കും വാക്കിംഗ് ടൂറായിട്ട് വരേണ്ടിരുന്നത്. സംഭവിച്ചാൽ ഇന്നലെ നമുക്ക് നേരത്തെ ബസ് കിട്ടി, ഓട്ടോറിക്ഷ കിട്ടി. ഇന്ന് നമുക്ക് നല്ലിക്കുഴി വരെ ഓട്ടോറിക്ഷ കിട്ടിയില്ല. അതിന് ശേഷമാണ് ഒരു റിട്ടേൺ ഓട്ടോറിക്ഷ കിട്ടിയത്. അത് ഇവിടെ ചാരുമൂട് ഇറക്കി തന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബസ് കയറി പോകാനുള്ള കാശ് മാത്രമേ കയ്യിലുള്ളൂ. ഇന്ന് ഏപ്രിൽ 3-ാം തീയതിയാണ്. സുധിയുടെ സിബിലൊക്കെ പോകുന്ന ദിവസമാണ്. ലോൺ പെൻഡിങ് ആവും. വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ് വില്ലേജ് ടൂറ്. പക്ഷേ ഇത് വീഡിയോ എടുത്ത് വന്നപ്പോൾ അത്ര ദിവസമായി. സെക്കൻഡ് ഡേ കൂടെ ചേർത്ത് ഒരുമിച്ച് 2 വീഡിയോ കൂടെ ഒരുമിച്ച് മിക്സാക്കിയിടാനും പ്രതീക്ഷിക്കുന്നു. ഓട്ടോ മിക്സ്ഡാണ് ചാരുമൂട് ജംഗ്ഷൻ. നമുക്ക് ബസ് കയറിയിട്ട് അവിടെ പോയിട്ട് ബാക്കി പോയാൽ ഗൈസ്. ഇപ്പോൾ നമ്മൾ പുതുക്കളങ്ങനെ നിൽക്കുകയാണ്. SBI ATM നമ്മുടെ കാശിലെ ATM ഇന്നിപ്പോൾ പെട്ട അവസ്ഥയായിപ്പോയി. ഒരു 500 രൂപ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയടുത്ത് രാവിലെ ചോദിച്ചപ്പോൾ അമ്മ അയച്ചു തന്നിട്ട് പൈസ അയച്ചു തന്നു വണ്ടി കാശായിട്ട്. ആ പൈസ കിട്ടിയില്ല. അപ്പോൾ വൈഫ് അപ്പുറത്ത് വേറൊരു ATM ഉണ്ട്. അപ്പോൾ ആ ATM പോയിരിക്കുകയാണ്. ആ പാട് പെട്ട അവസ്ഥയായിപ്പോയി. നമ്മൾ ചാരുമൂട് ഇറങ്ങണം. നമ്മൾ ചാരുമൂട് നിന്ന് പുതുക്കുളങ്ങര വരേണ്ടി വരുന്നത്. കാരണം ബസ് ചേർന്ന് ഓട്ടോ കാശ് കൊടുക്കാൻ വേണ്ടി പൈസ ഇല്ല. റിട്ടേൺ ഓട്ടോ സ്റ്റേഷനും കൊടുക്കാൻ കാശ് വേണ്ടേ. അപ്പോൾ അതാണ് ATMിലേക്ക് വന്നത്. വന്നപ്പോൾ ATMിലേക്ക് അത് കാശുമില്ല. ഇതാണ് പുതുക്കുളങ്ങര. ഇവിടുത്തെ സൊസൈറ്റി ഉള്ളത് താഴത്താണ്. ഇവിടെ ചൂട് താഴത്ത് പോകുമ്പോഴാണ് സൊസൈറ്റി ഉള്ളത്. എന്നാലും നോക്കാം. കിട്ടുമെന്ന് നോക്കുക. കിട്ടിയാൽ മതിയായിരുന്നു. ഐഫോണിൽ വരുന്നുണ്ട്. തേങ്ങാസുതി വരുന്നുണ്ട്. കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ചോദിച്ചു നോക്കാം. കിട്ടിയെന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. കിട്ടി ഗൈസ്. രക്ഷപ്പെട്ട് നമ്മൾ ഓട്ടോ കാശ് ഇപ്പോൾ 40 രൂപ കൊടുത്ത് ഈ ഗൈസ് 40 രൂപ കൊടുക്കാൻ നമ്മൾ കാശിലാണ്ടാണ് ATMിൽ നിന്ന് നമ്മൾ 500 രൂപ എടുക്കാൻ വേണ്ടി പോയത്. അതായത് നമുക്ക് ബസ് സ്റ്റോപ്പിൽ പോകണം. ബസ് സ്റ്റോപ്പോടെ മുകളിലാണ് പറഞ്ഞത്. ബസ് സ്റ്റോപ്പിൽ പോയിട്ട് വേണം നമുക്ക് ബസ് കയറി ഇവിടെ നിന്ന് വില്ലേജ് ഓഫീസിൽ പോകാനായിട്ട്. ചെറിയ കാറ്റുണ്ട്. പക്ഷെ എന്നാലും നല്ല പൊള്ളുന്ന വെയിലതിൻ്റെ വലിയ ചൂടിനൊരു കുറവില്ല. നമ്മളൊന്ന് ഓട്ടോറിക്ഷ തിരിച്ച് പോണത്. നമുക്കിനി ഇവിടെ നിന്ന് ബസ് ആയിട്ട് എവിടെ പോകണമെന്ന് വെച്ചു കുളപ്പട എന്ന സ്ഥലത്ത് പോകേണ്ടത്. നമുക്ക് അവിടെ വരെ പോകാൻ ബസ് കാശ് 30 രൂപ തോന്നുന്നു. 2 കൂടി അറിയില്ല. നമുക്ക് നോക്കാം. ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് അല്ലേ? ബസ് സ്റ്റോപ്പ് എന്നുള്ള സ്റ്റോപ്പൊന്നും കിട്ടിയിട്ടില്ല സർക്കാരിന് ഭാഗ്യത്തിന്. അതിന് വേണ്ടി 50 ലക്ഷം രൂപ അടിച്ചു മാറ്റിയില്ല. അങ്ങോട്ട് രക്ഷപ്പെട്ട് ഇവിടെ ബസ് സ്റ്റോപ്പില്ലാത്തതുകൊണ്ട് കയറി നിൽക്കാം. ഭരിക്കുന്നവർക്ക് ഒരു 50 ലക്ഷം രൂപ അടിച്ചു മാറ്റുന്ന അവസരമായിരുന്നു ഒരു ബസ് സ്റ്റോപ്പ്. എന്ത് പറയാനാണ്, അവരിവിടെ പണിതില്ല. അവിടെ നമ്മൾ വെയിലത്ത് നിൽക്കണം.
അവർ 10-30 ലക്ഷം അടിച്ചു മാറ്റിയാലും ഒരു ബസ് സ്റ്റോപ്പിൽ ഉണ്ടെങ്കിൽ വെയിലില്ല നമുക്ക് നിൽക്കായിരുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വെയില് ഇവിടെ ഡോളം വേണ്ടോ? ഞാനും കൂടെ വരാം. അടുത്ത് ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് വെയിലത്തേക്കണത് വെയിലത്ത് നിന്നിട്ടോ എന്നാൽ പോവാട്ടോ. ശ്രുതി എനിക്ക് മെഡിസിൻ വാങ്ങാൻ പോയി എനിക്ക് തലവേദന തീരെ വയ്യ, അവർക്കും വയ്യ തലവേദനയൊക്കെയാണ്. അപ്പോൾ ഒരു മെഡിസിൻ ആയിട്ട് അതുകൊണ്ട് പോയിട്ടുള്ളത്. ആ സമയം നോക്കി ബസ്സും ഒന്നും കഴിച്ചു പെട്ട അവസ്ഥ ബസ്സിൽ നമ്മൾ കുളപ്പടയ്ക്ക് ബസ് ടിക്കറ്റ് ഒക്കെ എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ്, നമ്മൾ വേർത്ത് കുളിക്കാതെ ഇവിടെ നിന്ന് ശരിക്കും. ബസ്സിൽ നല്ല തിരക്കൊക്കെ ഉണ്ട്, ഏകദേശം ബസ് ഫുള്ളാന്ന് തോന്നുന്നു. പക്ഷെ നല്ല തിരക്കുണ്ട് മെയിനായിട്ട്. പക്ഷെ വെയിലുണ്ട്, ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. വേർത്ത് കുളിക്കുകയാണ്, കാറ്റടിച്ചാലും വേർത്ത് കുളിക്കുകയാണ് ചെയ്യണത്. നമുക്കെന്തായാലും വലിയ ബസ്സിൽ പോയിട്ട് കാണാം, കുളപ്പട ഇറങ്ങിയിട്ട് കാണാൻ കഴിച്ചു. ആ പ്രശ്നം വെച്ചാൽ എനിക്ക് കുളപ്പട സ്ഥലം അറിയാൻ പാടില്ല. ഞാൻ ശ്രുതി ഫ്രണ്ടിൽ പോയിരിപ്പാണ്. ശ്രുതി എണീക്കുന്ന സമയത്ത് വേണം നമുക്ക് ഞാൻ ഓടിച്ചാടി എണീച്ച് ഇറങ്ങാനായിട്ട്. ആ സമയത്ത് പിന്നെ ഫോൺ പിടിച്ചോണ്ട് ഇരുന്നാൽ ഉറപ്പായിട്ട് എനിക്ക് എണീറ്റ് ഇറങ്ങാൻ പറ്റില്ല. ഇതിപ്പോൾ ഏതാ ബസ് സ്റ്റോപ്പ് എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതൊരു ബസ് സ്റ്റോപ്പാണ്, 30 ലക്ഷം ബസ് സ്റ്റോപ്പാണ്. ഇതുപോലത്തെ ബസ് സ്റ്റോപ്പ് അവരോടും പറഞ്ഞാൽ വേല നിൽക്കാറുണ്ട്. എന്തിനാണ് 30 ലക്ഷം രൂപ കിട്ടുന്ന ബസ് സ്റ്റോപ്പൊക്കെ പണിയാൻ നമ്മൾ സർക്കാർ മാത്രം പണിയാൻ പറ്റുള്ളൂ. പക്ഷെ പാവപ്പെട്ടൊരു വീട് വെക്കാൻ വെച്ചാൽ 5 ലക്ഷം രൂപ തയ്ച്ച് തരില്ല. അതിൽ കഷ്ടപ്പെടുമ്പോൾ വീട് വെച്ചോണം. അതാണ് അവസ്ഥ, നമ്മുടെ നാടിൻ്റെ അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്തായാലും ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും ഇനി കുളപ്പുഴ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കാണാം. ഞാൻ ശ്രുതിനെ നോക്കിയിരിക്കണം, കാരണം അവളെ എണീറ്റ് ഞാൻ കണ്ടില്ലെങ്കിൽ പെട്ട അവസ്ഥയിൽ പോകും. എനിക്ക് അവളെ കാണണം. അവളെ എനിക്ക് ഇറങ്ങിപ്പോയാൽ ഞാൻ അവളെ ബസ്സിൽ നിന്ന് ചിരിച്ചിരിക്കേണ്ടി വരും. അങ്ങനെ സ്ഥലം വിട്ടുപോയതുകൊണ്ട് നമുക്കെന്തായാലും കുളപ്പുഴ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ബാക്കി കാര്യം പറയാൻ കഴിയും. നമ്മളൊന്ന് ബസ്സാണ് കഴിച്ച് പോണത്. ശരിക്കും നേരത്തെ ഞാൻ ബസ്സിലിരുന്ന് പറഞ്ഞ കൊടുത്തനായി കറക്റ്റായിട്ട് തേങ്ങാശ്രുതി ഇറങ്ങണമെന്ന് ഞാൻ നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. ആ സമയത്ത് ഞാൻ ഫോണിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സംബന്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. യൂട്യൂബിൽ മറ്റേ ബർത്ത്ഡേ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ശരിക്കും പറഞ്ഞാൽ ശ്രുതി ഇറങ്ങിയത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവൾ ബാക്കിലേക്ക് ഇറങ്ങി ഒന്ന് വിളിച്ചുകൊണ്ട് രക്ഷപ്പെട്ടില്ല. ഉറപ്പായിട്ട് ഞാൻ ബസ്സിനകത്ത് ഇരുന്ന് പോയേനെ. അവളിറങ്ങി അവളുടെ പാട് നോക്കി പോയേനെ. ആ പക്ഷെ കുഴപ്പമില്ല, എൻ്റെ അടുത്ത് 10-20 രൂപ ബസ് കാശ് ഉള്ളതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമായിരുന്നു. എനിക്ക് വരാൻ പറ്റുമായിരുന്നു. പക്ഷെ വഴി അറിയാത്തതുകൊണ്ട് ഞാൻ വരാൻ പറ്റാതെ പെട്ടുപോയേനെ. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ശ്രുതിനെ ഒന്ന് വിളിച്ച് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ലോക്കായി പോയേനെ. സമയം 12 മണി ആവാനായി. നമ്മളെ പെട്ടെന്ന് പോയില്ലെങ്കിൽ വില്ലേജ് ബസ് പുള്ളി വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പുള്ളി പോയാൽ പിന്നെ വരാൻ ലേറ്റാവും തോന്നുന്നു. അവിടെ പോയി നേരത്തെ പോയി ചോദിച്ചു നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ എന്തൊക്കെ വേണമെന്ന് അറിയാൻ പാടില്ല. അത് അന്വേഷിക്കണം. അതൊക്കെ അതിന് ശേഷം വേണം അത് കിട്ടുമോ എന്നറിയാൻ വേണ്ടി. കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അത് കിട്ടിയിട്ട് വേണം നമുക്കിനി അടുത്ത കാലം അന്വേഷിക്കാനായിട്ട്. നമ്മളിത് നടന്നുകൊണ്ടിരിക്കുന്ന നല്ല വെയിലാണ് കേസ്. എനിക്കാണെങ്കിൽ വെയിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. തലയാണെങ്കിൽ പെരുത്ത് വേദനിച്ചിട്ട് എങ്ങോട്ടും പറ്റുന്നില്ല. പക്ഷേ സഹിച്ചും പോവാനെ. വേദനയിലേക്ക് ശ്രദ്ധിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് മനസ്സിലോർത്ത് നമ്മൾ നടക്കുകയാണ് ചെയ്യണത്. ഇനി ശ്രുതിയുടെ ഒപ്പം ഞാൻ പോകും. കാരണം ശ്രുതി തോർത്തേക്ക് കഴിയിട്ട് മറ്റു ശ്രുതി ഒറ്റയ്ക്ക് ഓടുമായിരുന്നു ഫാസ്റ്റായിട്ട്. എനിക്ക് ഫാസ്റ്റായിട്ട് ഓടാൻ പറ്റില്ല ഗൈസ്, എന്നറിയാൻ പാടില്ല. എനിക്ക് ഇവിടെ പോലെ നടത്തം മത്സരത്തിലും ഓട്ട മത്സരത്തിലൊന്നും ഫസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പണ്ട് സ്കൂളിൽ ഇവൾക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. പണ്ട് സ്കൂളിൽ ഓട്ട മത്സരത്തിനൊക്കെ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള ആളാണ് ഗൈസ്. പണ്ട് സ്കൂളിൽ ഓട്ട മത്സരത്തിനും നടത്ത മത്സരത്തിനൊക്കെ ഭയങ്കര ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള ആളാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഒളിമ്പിക്സിലൊക്കെ മത്സരിക്കേണ്ട ഒരാളായിരുന്നു. കഷ്ടമാണ് പാവം. അതൊന്നും പറ്റാതെ പോയി ശ്രുതിക്ക്. അതിൻ്റെ വിഷമം ശ്രുതിക്കുണ്ട്. ഇന്ത്യയുടെ ജേഴ്സി ഇട്ട് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഓടാൻ വേണ്ടി പോകാനുള്ള ആളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഓർഫനേജിൽ പഠിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് പറ്റിയില്ല. വീട്ടിലൊക്കെ ആയിരുന്നു ഉറപ്പായിട്ടും. അച്ഛനമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ഉറപ്പാട് സപ്പോർട്ട് ചെയ്ത് അവളെ ഇതാക്കി വിട്ടേനെ. നമ്മളിത് എന്തായാലും കുഴപ്പമില്ല വില്ലേജ് എത്താണ്. ഇത് നേരെ കാണുന്നത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് കുളപ്പട. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയാണ് ക്ഷേത്രം. ദേവസ്വം ബോർഡ് പോലെ കാശ് ഉണ്ടാക്കുന്നുണ്ട്, എനിക്കറിയാം. യെസ് ഗൈസ്, നമ്മൾ വെയിലോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ നമ്മൾ വില്ലേജ് തുടങ്ങി. ഇനി അധികം ദൂരമില്ല. എനിക്ക് തോന്നുന്നു
ആ കയറ്റത്ത് റൂമാണ് വില്ലേജ് ഓഫീസ് എന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. ആ കയറ്റത്ത് റൂമാണ് വില്ലേജ് ഓഫീസ്. ഇവിടെ നിന്ന് രണ്ടാമത്തെ ബൈക്ക് നിൽക്കുന്നത് നിങ്ങൾ കാണുമെന്ന് അറിയില്ല, അവിടെയാണ് വില്ലേജ് ഓഫീസ്. അങ്ങനെ ബാക്കി വില്ലേജ് ഓഫീസിൽ പോയിട്ട് ബാക്കി ആൾ നമുക്ക് കാണാം. വില്ലേജ് ഓഫീസ് എത്തി ഗൈസ്. പഴയ വില്ലേജ് ഓഫീസർ മാറി, പുതിയ ആള് നല്ല സ്നേഹമുള്ള മനുഷ്യൻ, ഹെൽപ്പിംഗ് മൈൻഡുള്ള ആളാണോ അതോ കൈക്കൂലി വാങ്ങുന്ന ആളാണോ എന്നറിയില്ല. അതിന് ശ്രുതിക്കാരും പറയാം, പഴയ സാറ് നല്ല സാറായിരുന്നു, പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നു, ഹെൽപ്പ് ചെയ്യുന്ന മനുഷ്യനായിരുന്നു, പെട്ടെന്ന് കാലവശിലെത്തുന്നു ശ്രുതി പറഞ്ഞു. ഇപ്പോൾ പുതിയ സാർ ഇങ്ങനത്തെ ആളെന്ന് അറിയില്ല, നമുക്ക് നല്ല വെയിറ്റിംഗ് ആണ്. പുതിയ സാറും ഹെൽപ്പിംഗ് മൈൻഡുള്ള മെൻറ്റാലിറ്റിയുള്ള നല്ലൊരു മനുഷ്യനായ മതിയായിരുന്നു, കൈക്കൂലിയൊന്നും വാങ്ങാത്ത മനുഷ്യനായ മതിയായിരുന്നു. കാരണം കയ്യിൽ 10 കാശില്ല. ഇനി കൈക്കൂലി എങ്ങനെ വാങ്ങുന്ന ടൈപ്പ് ഓഫ് ദിവസമാണെങ്കിൽ നമ്മൾ പെട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല. ആണ് വേറെ പ്രശ്നം. നമ്മളെന്തായാലും ഇവിടെ വില്ലേജ് വെയിറ്റ് ചെയ്യാൻ നോക്കാം. സാറിനെ കണ്ടിറങ്ങിയിട്ട് പറയാം ഗൈസ് സാർ എങ്ങനെയുള്ള ആളായിരുന്നു എന്നൊക്കെ. എൻ്റെ യൂട്യൂബ് ഫുള്ള് എല്ലാവരും കുറ്റം പറയുന്നൊരു യൂട്യൂബും കൂടി ആണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ കുറ്റം പറയണമെന്ന് ഉദ്ദേശത്തോടെ പറഞ്ഞതല്ല, പക്ഷേ എങ്കിലും ആളുകൾ ചെയ്യണമെന്ന് അതേപോലെ ഞാൻ പറയുന്നുള്ളൂ. അത് ഞാൻ ആരെയും കുറ്റം പറയണമെന്ന് ഉദ്ദേശിച്ച് പറയണതല്ല. എങ്ങനെ സഹായിക്കുമായിരുന്നു. വെയിറ്റ് ചെയ്യാം. ആ പുതിയ വില്ലേജ് ഓഫീസർ സാറിൻ്റെ ഫേസ് കാണൂല. ആ സാർ അറിയിട്ടുണ്ട്. ആ പോയ മഞ്ഞ ഷർട്ടുള്ള ചേട്ടനാണ് സ്ഥലം കളക്കാൻ വേണ്ടി വരുന്നത്. നമ്മളൊന്ന് കാശ് വാങ്ങിച്ചു ഗൈസ്. അന്ന് സ്ഥലം അടക്കാൻ വേണ്ടി വന്നിട്ട് കൈക്കൂലി വാങ്ങിച്ചത് പോയ മഞ്ഞ ഷർട്ടുള്ള ചേട്ടനാണ്. ഉണ്ടായിരുന്ന കാശ് വാങ്ങിച്ചിട്ട് പോയി അന്ന് ദിവസം അളന്നും തന്നില്ല, ഒന്നും ചെയ്തൊന്നുമില്ല. പേപ്പർ ഒപ്പിട്ട് തരാൻ വേണ്ടി മാത്രമായിട്ടാണ് പുള്ളി അവിടെ വരെ വന്നിട്ട് നമ്മൾ പുള്ളിനെ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയി. ഓട്ടോറിക്ഷയില്ല, കാർ വിളിച്ച് കൊണ്ടുപോയി. എന്നിട്ട് നമ്മുടെ നിന്ന് പുള്ളി കാറിൽ അവരെ കാർ വിളിച്ചത് ഓട്ടോറിക്ഷ വാങ്ങി വിളിച്ചവരില്ലാണ്ട് കാർ വിളിച്ചതുകൊണ്ട് AC കാർ വിളിച്ച് പുള്ളിനെ വരുത്തിച്ചു കൊണ്ടുപോയി. അവിടെ കൊണ്ടിട്ട് പുള്ളിക്ക് കൈക്കൂലിയും കൊടുക്കേണ്ടി വന്ന്. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും ചായ അടിക്കാനും വെള്ളം ഫുഡ് കഴിക്കാനും വേണം പൈസ കൊണ്ട് അതിനും കൈക്കൂലി വാങ്ങിച്ചു. അങ്ങനത്തെ മനുഷ്യരൊക്കെ ഉള്ള വില്ലേജാണ് വില്ലേജ്. ഇനി ഈ സാറ് എങ്ങനത്തെ മനുഷ്യരെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഗൈസ് നിങ്ങൾ ഈ കാണുന്ന ഈ ബെഞ്ചും ഈ കസേരയൊക്കെ ശരിക്കും പുറത്ത് കിടന്ന സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ പുതിയ വില്ലേജ് ഹൗസ് വന്നപ്പോൾ എല്ലാവരും താഴത്തിട്ട് പുറത്തുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സാധാരണക്കാർ വരുമ്പോൾ ഇവിടെ ഈ ഭാഗത്തോട്ട് ഇട്ടിരുന്ന സാധനമാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഇട്ടിരുന്ന സാധനമാണ്. ഇതൊക്കെ എടുത്ത് പകത്തിട്ട് ഇപ്പോൾ ഇവിടെ എന്തൊരു ആവശ്യമുണ്ട് സാധാരണക്കാരന് ഇരിക്കാൻ കസേരൊന്നും ഇല്ലാത്ത അവസ്ഥ, എല്ലാവരും നിലത്തിരുന്ന അവസ്ഥ. ഇതാണ് വില്ലേജ് ഓഫീസ്. വില്ലേജ് ഓഫീസ് നല്ല മനസ്സിലായിരുന്നു. പുള്ളി പറഞ്ഞ് നിങ്ങൾ പിന്തുടർച്ച അവസ്ഥയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ നോക്കണ്ട, കാരണം അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഇവരുടെ അപ്പൂപ്പനൊക്കെ മരിച്ചതൊക്കെ ഏത് സമയത്തൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അതിൽ കുറേ നൂലാമലകളൊക്കെ ഉണ്ട്. അത് അപേക്ഷിക്കുന്നതിന് പേര് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേറെ എന്തെങ്കിലുമൊക്കെ ലോൺ അപേക്ഷിക്കാൻ നോക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. കാരണം സൊസൈറ്റി കാര്യം പറയാൻ പിന്തുടർച്ച അവസ്ഥയ്ക്ക് ആവശ്യമില്ലാത്തതാണ്. കാരണം നിങ്ങൾക്ക് മാത്രമായിട്ട് ഇതിൽ ആധാർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കരടയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൈവശ അവസ്ഥ ഇട്ടിട്ടുണ്ട്, അത് മതി, നിങ്ങൾ അത് വെച്ചിട്ട് പറയാനാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമ്മളേതായാലും സൊസൈറ്റി പോയി സംസാരിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് പുതിയ ഒരു കൈവശാവസ്ഥയോട് വാങ്ങണം, കാരണം പഴയത് തീർന്നു പോയി, പഴയതിൻ്റെ ഡേറ്റ് തീർന്നു, പുതിയത് വാങ്ങണം. അപ്പോൾ അതിനുവേണ്ടി അപേക്ഷ കൊടുക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അപേക്ഷയൊക്കെ വാങ്ങേണ്ടത് തേങ്ങാശ്രുതി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമുക്ക് ഇനി വാങ്ങേണ്ട കൈവശാവസ്ഥ സർട്ടിഫിക്കറ്റാണ്. പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് കിട്ടൂല, കൈവശാവസ്ഥ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതാണ്. പഴയ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പുതിയതും കൂടി അപേക്ഷിക്കാൻ നോക്കിയിട്ട് പോകുന്നത്. തന്നാൽ തരുന്ന പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും 3 ദിവസം പുസ്തകം നോക്കാം. ഗൈസ് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് കൈവശാവസ്ഥ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു നേരത്തെ കഴിഞ്ഞ വർഷം വാങ്ങിയത്. പക്ഷെ അത് ഡേറ്റ് കഴിഞ്ഞ് പോയി. ഈ വർഷത്തേക്ക് ഡേറ്റ് കഴിഞ്ഞ് പുതിയത് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ പുതിയ അപേക്ഷ ഇടാൻ പറഞ്ഞ്. അപ്പോൾ വില്ലേജ് ഓഫീസർ ഇതാക്കി തന്നു. മറ്റേ വേറെ അവർക്ക് താഴത്തുള്ളൊരു ചേട്ടനാണ് ഇനി പേപ്പറിൽ ഒപ്പിട്ട് തരേണ്ടത്. ആ ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ പുറത്ത് പോയേക്കാണ്. പുള്ളി ഇന്ന് വരില്ലാന്ന് പറഞ്ഞു. പുള്ളിയുടെ കല്യാണം പോയിരുന്നല്ലോ, സ്ഥലം ഇളക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. നാളെ ഒരു കല്യാണം നടക്കുന്ന പാർട്ടിക്കാർ വീണ്ടും വേറെ ഒരെണ്ണം പുറത്ത് കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യണം. അവര് കല്യാണ പാർട്ടിയാന്ന് വെച്ചാൽ അവരുടെ മകളുടെ കല്യാണമാണ് നാളെ. അപ്പം അതിന്റെ പേരിൽ അവരെ വീട്ടിലും പോകണം. അപ്പം എല്ലാം കൊണ്ടും ആൾക്ക് ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് നാളെ 2 ദിവസം വരാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വന്നാൽ പുള്ളി പരിശോധിക്കാന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വന്നാൽ പരിശോധിക്കാന്ന് തോന്നി. കഴിഞ്ഞ പ്രാവശ്യം 500 എനിക്ക് തോന്നുന്നു 12,000 കൈക്കൂലി കൊടുത്ത് 4 പേർക്ക് കൂടിയായിരുന്നത്. വീണ്ടും കൈക്കൂലി ചോദിക്കാതിരുന്ന അവധിയായിരുന്നു അടുത്ത് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമുക്ക് 2 ദിവസം വരുമ്പോൾ നോക്കാം. കൈക്കൂലി ചോദിക്കാതെ പഴയ അന്ന് കൊടുത്ത കൈക്കൂലിക്ക് പകരമായിട്ട് തന്നെ അന്ന് പറയാൻ എനിക്ക് 2 വർഷം മുമ്പ് വാങ്ങിച്ചു പോകുന്നില്ലേ? 2-3 വർഷമൊന്നും ആയിട്ടില്ല.
23 നമുക്ക് വാങ്ങിച്ച സാധനമാണ്. ഇപ്പോൾ 24 ഒരു വർഷമാവുന്നു. 1 വർഷം ആവുന്നുള്ളൂ. കാരണം 6 മാസം വരെ വാലിഡിറ്റി ഉള്ളൂ. വാലിഡിറ്റി. അപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ വാലിഡിറ്റി ഇല്ല. അപ്പോൾ അതിപ്പോൾ അന്ന് നമ്മൾ കൈക്കൂലി കൊടുത്താൽ ഇതാക്കി തന്നത്. ഇനിയിപ്പോൾ വീണ്ടും കൈക്കൂലി കൊടുക്കേണ്ടി വരും നമുക്കറിയില്ല. ഇനി കൊടുക്കാൻ വീണ്ടും കൈക്കൂലി കൊടുക്കാൻ അതിൽ കാശില്ല. മീൻസ് വില്ലേജ് ഓഫീസർ പാവം ഒരു മുസ്ലിം എന്തോ പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്തുണ്ട്. ആ പുള്ളി കർശനമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കൂലി വാങ്ങാൻ പാടില്ല. വരുന്ന ആരായാലും അവരുടെ മസ്റ്റായിട്ടും അവരെ എന്താണ് കാര്യങ്ങൾ നിർബന്ധമാണ്. ഇപ്പോഴത്തെ ആൾ നേരെ തിരിച്ചാ. ഇപ്പോഴത്തെ വലിയ ദിവസം അങ്ങനെയല്ല. പുള്ളിക്ക് തന്നെ വലിയ താല്പര്യമില്ലാത്ത പോലെ. പക്ഷെ പുള്ളി കൈക്കൂലി വാങ്ങുന്ന ആളാന്ന് തോന്നുന്നില്ല. പുള്ളിക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു താല്പര്യക്കുറവ്, ഒരു കാര്യം ചെയ്യാനായിട്ട്. അതിന് കുറഞ്ഞപ്പോൾ കൈക്കൂലി കൊടുക്കാത്തതുകൊണ്ടുള്ള താല്പര്യക്കുറവാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് എന്തായാലും പോവാം. നമുക്കിനി വീട്ടിൽ പോകണം. മറ്റേ സൊസൈറ്റി പോകണം. സൊസൈറ്റി പോയിട്ട് കാര്യം വേണം. മറ്റേ പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞെന്ന് അറിയാം. പോയി നോക്കാം. ബാക്കി സൊസൈറ്റി പോയിട്ട് വരാൻ കൈസ്. അവിടെ പോയിട്ട് വില്ലേജ് പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യം പറയാനായിട്ട്. നല്ല ചൂടുണ്ട്. ഒടുക്കത്തെ വെയിലും പൊള്ളുന്ന വെയിലാണ്. നമ്മുടെ വീട്ടിൽ വെയിലുണ്ടാവില്ല, കാരണം അവിടെ മരങ്ങളുണ്ട്. പക്ഷേ നമ്മളിതുപോലെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ റോഡ് സൈഡിലൊന്നും മരങ്ങളൊന്നുമില്ല. ഭയങ്കര ചൂടാണ്. നിങ്ങൾക്കറിയാം കേരളം കത്തുന്ന നോക്കുക ന്യൂസൊക്കെ നിങ്ങൾ കണ്ടാണും, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ബസ് സ്റ്റോപ്പ് എത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബസ് നമുക്ക് സൊസൈറ്റി പോയിട്ട് ബാക്കിയാണ് സംസാരിക്കാം ഗൈസ്. ഞാൻ സൊസൈറ്റി പോയിട്ട് ഇൻസ്റ്റയിൽ റീൽ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കെട്ടികൾക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതും റീൽ എടുക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് ഗൈസ്. അവർക്ക് ഞാൻ യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ക്യാമറയിൽ സൗണ്ട് കേൾക്കേണ്ട ഒച്ച സംസാരിക്കും. ഇവൾക്ക് അത് ഇഷ്ടമല്ല. ഇവൾക്ക് ഇങ്ങനെ പതുക്കെ കുഞ്ഞുകുനെ പറഞ്ഞിരിക്കണം. എനിക്ക് അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഒച്ച സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് ബാക്കി അവിടെ വരുന്ന നടന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചോളാം. നീ പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് വന്ന് സംസാരിച്ചിട്ട് പോയിക്കോ. അപ്പോൾ അവളെ വിട്ട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടാന്ന് വെച്ച് നീ പോയി കഴിഞ്ഞാൽ ഇൻട്രോ എടുക്കാൻ മതി. പോയിക്കോ. ഞാൻ ഒറ്റയ്ക്ക് ഇൻട്രോ എടുത്ത് ഇൻസ്റ്റയിൽ റീൽ അപ്ലോഡ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ച്. ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ എത്തി കൈസ്. സിസ്റ്റർ തേങ്ങാസൂതിയെ കാണുന്ന തേങ്ങാസൂതി അവിടെ പോയി അറിയാൻ പാടില്ല. ഞാനിപ്പോൾ കുളപ്പുറ ബസ് സ്റ്റോപ്പിലെത്തുണ്ട്. അവിടെ ബസ് കയറി പോയാൽ അറിയില്ല, നോക്കാൻ എന്തായാലും. അവിടെ ബസ് കയറി പോയതാണോ എന്നെ പറ്റി കണ്ടുപിടിക്കുമ്പോൾ വിളിച്ചിരിപ്പാണെന്ന് അറിയില്ല. ചിലപ്പോൾ മിക്കവാറും അവിടെ ബസ് കയറി പോയി കാണും. അവളങ്ങനെയാണ്, കൂടെ നിൽക്കില്ല, ഒറ്റയ്ക്ക് നിൽക്കില്ല. അവൾ ഞാനൊരു യൂട്യൂബിൽ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുക്കാനോ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ അത് സമ്മതിക്കില്ല. അത് അവളുടെ ആയിരുന്നു കൊട്ടവരിക്ക് ഓടിക്കളയും. അവൾക്ക് നാട്ടുകാരെ പിടിച്ച് ഒച്ചയിൽ സംസാരിക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ. അവർ നാട്ടുകാരെ പിടിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് അങ്ങനെ നാട്ടുകാരെ പിടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നാണക്കേടില്ല, നാട്ടുകാരെ പിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് കാര്യം പറയുന്നത് ഒച്ചയിലാണ് ഞാൻ പറയും. അത് അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ പോയി കളഞ്ഞു എന്ന് തോന്നുന്നു. നോക്കുന്നാലും ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോവാം. അവളെന്തായാലും സൊസൈറ്റിയിൽ പോയിട്ട് വരട്ടെ, ഞാൻ വീട്ടിൽ പോകുമെന്ന് വെച്ചു. അഥവാ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബസ് കയറുന്ന പോയിട്ട് അവൾ വരികയാണെങ്കിൽ അവളോട് ഞാൻ സൊസൈറ്റിയിൽ പോകും. അവളെ കണ്ടിട്ടാകും ബസ്സാണ് ആദ്യം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോകും ഗൈസ്. ഇതേ ഗൈസ് തേങ്ങാസൂതി നടന്നു വരുന്നുണ്ട്. ഞാൻ വീട്ടിൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുത്തുന്ന ആളാണ്. അവളോട് പറഞ്ഞ് ഓടിക്കളഞ്ഞു. ഇതേ തേങ്ങാസൂതി വരുന്നുണ്ട്. ഇനി നമുക്ക് സൊസൈറ്റിയിൽ പോകണം. സൊസൈറ്റിയിൽ പോയിട്ട് കയറി പോകാം ഗൈസ്. നമ്മളപ്പോൾ തിരിച്ച് വീണ്ടും പുതുപ്പണങ്കര സൊസൈറ്റിയിൽ പോവാണ്. നമ്മളിവിടെ ആര്യനാട് MLAയുടെ ഓഫീസിൽ നിന്നാണ്. അവിടെ MLAയുടെ പി എനെ കണ്ട് പുള്ളിക്കാരൻ പുതുപ്പണങ്കര സൊസൈറ്റിയിലെ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. എന്താണ് ഫോർമാലിറ്റീസ് എന്ന് ചെയ്യാൻ വേണ്ടി നോക്കാൻ വേണ്ടി പറയാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ വീണ്ടും സൊസൈറ്റിയിൽ പോവാണ്. പ്രസിഡന്റിനെ കാണാൻ നമ്മൾ രാവിലെ നേരത്തെ പറഞ്ഞ നമ്മുടെ സെക്രട്ടറിനാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒന്നുകൂടി നമുക്ക് കാണാം, പ്രസിഡന്റിനെ കാണാം, സംസാരിച്ച് നോക്കാം എന്താണ് വേണ്ടതെന്നൊക്കെ. അവിടെ ബസ് സ്റ്റോപ്പ് എത്തി. ബസ് സ്റ്റോപ്പത്തിൽ സൂചി ഇറങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇറങ്ങണം. ഇതാണ് നമ്മുടെ സൊസൈറ്റി ബസ് സ്റ്റോപ്പ്. പോയി നോക്കാം. ഒരു അരമണിക്കൂറായിരിക്കും പ്രസിഡന്റ് പോയി നോക്കാനാണ് പറഞ്ഞത് MLA ഓഫീസിൽ നിന്ന്. നോക്കാൻ എന്തായാലും പോയി നോക്കാം. നമ്മളത് വീണ്ടും സൊസൈറ്റിയോടെ എത്തിക്കഴിഞ്ഞു. ഇനി MLA ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് പ്രസിഡന്റ് കണ്ടു നോക്കാം. വളരെ നടക്കാമെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നടന്ന് തളർന്നു. ശരിക്കും നല്ല വെയിലാണ്. തേങ്ങാസൂതി ഫാസ്റ്റാണ് നടക്കുന്നുണ്ട്. അവിടെ കുടയും കൊണ്ട് ഓടി. ഞാൻ കുടയൊന്നും ഇല്ലാതെ സെപ്പറേറ്റ് പതുക്കെ. എനിക്ക് കുടയില്ല ഗൈസ്, ഭയങ്കര വെയിലാണ്.
പൊള്ളി നടപ്പാണ്. ഒരു ഓട്ടോറിക്ഷ വേണമെന്ന് പോകുന്നു. ആ ഓട്ടോറിക്ഷ ആളുണ്ട് ഗൈസ്. അല്ലെങ്കിൽ ആ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷനെ കാണിച്ച് കയറി പോകുമായിരുന്നു. അവിടെ കിട്ടിയില്ല. ആളുണ്ട്. പിന്നെ നമുക്ക് കുറേ നടക്കാറുണ്ട്. ബസ് ഇല്ലാത്ത ഈ കാട്ടുമുക്കിൽ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഓട്ടോറിക്ഷ പിടിക്കണം. ഓട്ടോറിക്ഷ കയറി കൊടുക്കുന്ന കാശില്ലാത്തതുകൊണ്ടാണ് റിട്ടേൺ ഓട്ടോറിക്ഷ തപ്പി നടക്കുന്നത്. റിട്ടേൺ ഓട്ടോറിക്ഷ തപ്പി നടന്നു കഴിഞ്ഞാൽ ഒരു റിട്ടേൺ ഓട്ടോറിക്ഷ കൊണ്ട് ആവശ്യത്തിന് കിട്ടൂല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഫ്രണ്ടിൽ പോകുന്നുണ്ട്, അവൾക്ക് കുഴപ്പമില്ല. അവൾക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് നടത്തും. അവളുടെ നടത്താൻ ഫാസ്റ്റാണ്. എനിക്ക് അത്രയും ഫാസ്റ്റ് നടക്കാൻ താല്പര്യമില്ല. എനിക്ക് വയ്യ അതിനനുസരിച്ച്. ഒന്നാമത്തെ കാര്യം, നടക്കുമ്പോൾ എൻ്റെ തല ഇളകിയിട്ട് ബ്രെയിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയിട്ട് കുലുങ്ങിട്ട് ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇടത് സൈഡ് ശരിക്കും വരാത്തതുകൊണ്ട് എൻ്റെ കാല് എപ്പോഴും തന്നെ പോവാണ്, കുഴഞ്ഞു പോവാണ് ചെയ്യുന്നത് എടുത്ത് നടക്കുമ്പോൾ. ഞാനിപ്പോൾ കാല് ശരിക്കും വീശി എടുത്ത് വെക്കേണ്ട അവസ്ഥയാണ്. ഇടത് സൈഡ് കൈയായാലും കാലായാലും അതാണ് എൻ്റെ അവസ്ഥ ശരിക്കും. അതുകൊണ്ട് എനിക്ക് പതി കണക്കാൻ പറ്റുള്ളൂ. അവളുടെ ആളോട് നോക്കി ഫാസ്റ്റ് നടക്കും. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അവൾ പറയുകയും ചെയ്യാറുണ്ട് എൻ്റെ കൂടെ നടക്കാൻ താല്പര്യം, അവർക്ക് നടക്കണമെന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ ഫാസ്റ്റ് നടക്കണം. അതാണ് കുഴപ്പമില്ല, നമുക്ക് എന്നാലും പതി നടക്കാം. എന്താണ് വെയിൽ ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ ഇത്രയും കാട്ടുമുക്കിൽ പോലും തണലിനും വല്ലപ്പോഴൊക്കെ ഒരു മലകൾ കാണുന്നത്. അപ്പോൾ സിറ്റി താമസിക്കുന്ന അവസ്ഥ എറണാകുളത്തുള്ള അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യമില്ല. എറണാകുളത്ത് ഈ വെയിലത്ത് വെയിലത്ത് സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇതിന് കഷ്ടപ്പെടാനിരിക്കും. പുള്ളിയായിരിക്കും ഓടുന്നത് പകൽ സമയത്ത്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് പോയിട്ട് എൻ്റെ ഐഡി ശരിയായിട്ടുണ്ട്, എൻ്റെ സ്വിഗ്ഗിയുടെ ഐഡി ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും പോയിട്ട് വീണ്ടും പഴയ പോലെ സ്വിഗ്ഗി ഓടാൻ വേണ്ടി പോകാം. അത് നടക്കുള്ളൂ. എന്തെങ്കിലും ഒരു വരുമാനം വേണ്ട കൈസ് ജീവിച്ച് പോകാനായിട്ട്. പഴയ പോലെ വീണ്ടും സ്വിഗ്ഗി ഓടണം. സ്വിഗ്ഗി ഓടാൻ പോയിട്ടും ആണ് എനിക്ക് തലയ്ക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ അടിച്ചത്. സർജറി ചെയ്ത് തലയ്ക്ക് ഓൾറെഡി സർജറി ചെയ്ത തലയ്ക്ക് ഇൻഫെക്ഷനായിട്ട് പെട്ടെന്ന് എമർജൻസി സർജറി ചെയ്യേണ്ടി വന്നത്. ആ സർജറി ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷമായി. കഴിഞ്ഞ വർഷമാണ് ചെയ്തത്. ഇനിയിപ്പോൾ സ്വിഗ്ഗി വീണ്ടും ഓടാൻ പോയാൽ വല്ല അസുഖം പോലും അറിയില്ല. നോക്കാമെങ്കിലും കുഴപ്പമില്ല. ഓടാൻ പോകും. വേറെ നല്ല ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അന്വേഷിക്കാനൊന്നുമില്ല. കുറേ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. ജോലി അന്വേഷിച്ചിട്ടൊന്നുമില്ല. തേങ്ങാശ്ശേരിയിൽ നിന്നു എന്നെ നിൽക്കുകയാണെന്ന് തോന്നുന്നു. നോക്കാം എന്തായാലും. അവിടെ ഒരു ഓട്ടോറിക്ഷ വന്ന് കണ്ടാണ് ചിലപ്പോൾ ശ്രുതിയത് കണ്ട് ഓടുകയാണ് അങ്ങോട്ടേക്ക്. ആ ഓട്ടോറിക്ഷ കിട്ടുകയാണെങ്കിൽ കയറി പോകാൻ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും നടത്തുന്നത് തന്നെയായിരിക്കും. ഇത് ശരിക്കും സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേ വില്ലേജിൽ പോയ ഡേ തിരിച്ച് വന്നു. സെക്കൻഡ് ഡേ ആണ്. അവിടെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ വിളിച്ചു പോകാനാണ് നോക്കുന്നത്. പക്ഷേ ഓട്ടോറിക്ഷ വിളിച്ചു പോയാൽ നല്ല കാശാവും കഴിച്ചു. അതാണ് പ്രശ്നം. വണ്ടി കാശില്ല. ഇപ്പോൾ പൈര് കാശില്ലാണ്ട് ഇപ്പോൾ അവളുടെ ശ്രുതിയുടെ അമ്മയുടെ പെൻഷൻ 300 രൂപ. SNDP-ന്ന് വലിയാത്ത ആളുകൾക്കുള്ള പെൻഷനുണ്ട്, വികലാംഗരുടെ പെൻഷൻ. ആ 300 രൂപ വാങ്ങിയിട്ട് നമ്മൾ നടക്കുന്നത്. ബസ് കാശില്ലാത്തതുകൊണ്ട് തിങ്കളാഴ്ച ദേശീയ വീണ്ടും വില്ലേജിൽ പോകണം. അപ്പോൾ അതിനൊക്കെ ബസ് കാശൊക്കെ ചേർത്താണ് ആ 300 രൂപ വാങ്ങിച്ചിട്ട്. ആ 300 രൂപ കുഴപ്പത്തിൽ തന്നെ ഓട്ടോയിൽ കൊടുക്കേണ്ട അവസ്ഥ വരും. നോക്കാം എന്താണ് അവസ്ഥ അറിയില്ല. നമുക്ക് ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷ കയറി പോകാൻ, അല്ലെങ്കിൽ നമുക്ക് നടന്നു തന്നെ പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓട്ടോറിക്ഷ കയറുന്നില്ല. അവൾ നേരെ പോയി. അപ്പോൾ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഇനി റിട്ടേൺ ഓട്ടോറിക്ഷ പോവാണ്. പിന്നെ അത് അപ്പുറത്ത് പഞ്ചായത്തിൽ പോകാമെന്ന് അറിയില്ല. നമുക്ക് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിൽ പോയി നോക്കാം എന്തിനാണ് പോകണമെന്ന് അറിയില്ല. പോകുന്നത് മെയിനായിട്ട് നമ്മളവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ ചോദിക്കാൻ വേണ്ടിയാണ് പോകുന്നത്, അപേക്ഷിക്കാനാണ് പോകുന്നത്. അത് വിളിച്ചും പറഞ്ഞും അല്ലാതെയൊക്കെ പറഞ്ഞ് മടുത്തു. പിന്നെ ഇവിടെ മറ്റേ ഇതുണ്ട്, നമ്മുടെ മാവേലി സ്റ്റോറുണ്ട്. അവിടെ കയറണമെന്ന് വെച്ച്, പക്ഷേ അവിടെ കയറുന്നില്ല. ശ്രുതി പഞ്ചായത്തിലേക്ക് പോകണം. നമുക്ക് പഞ്ചായത്തിൽ പോയി നോക്കാം. അവിടെ പോയിട്ട് ആ സ്ട്രീറ്റിൻ്റെ സംസാരിച്ച് നോക്കാം. ഭയങ്കര തളർച്ചയുണ്ട്. അവിടെ പോയിട്ട് അവിടെ തണുത്ത മെഷീൻ ഉണ്ടാവും പഞ്ചായത്തിൽ. കുറച്ച് വെള്ളം കുടിക്കണം. ഞാൻ ഇപ്പോൾ തന്നെ തളർന്ന് പണ്ടാറ തുടങ്ങി. ഈ പഞ്ചായത്ത് ഒരു പ്രാവശ്യം വന്നിട്ട് ഞാൻ പണിക്കാരൊന്നും രാവിലെ വന്നിട്ടില്ലാണ്ട് ഇൻസ്റ്റയിൽ ഞാൻ റീലിട്ടിട്ട് ഇതേ പഞ്ചായത്തിൽ വർക്കിനെ ചേട്ടൻ വിളിച്ചിട്ട് നീ ഞങ്ങളൊക്കെ നാട്ടിച്ചിട്ട് അടങ്ങുള്ളില്ല, ഞങ്ങൾക്ക് പണി എന്നൊക്കെ കൊണ്ട് കുറേ കളിയാക്കി. ഞാൻ സോറേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല, ആദ്യം കാണാത്തോണ്ട് പറഞ്ഞതെന്നുകൊണ്ട് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു. നമ്മൾ വീണ്ടും അതേ പഞ്ചായത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് കയറിയിട്ട് ഇറങ്ങുമ്പോൾ പറയാം എന്താണ് ആവശ്യമെന്ന്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിച്ച് ഇവിടുത്തെ വഴി കൂടെ കടന്നു തരുന്നത്. ഒന്നാമത് ഫുള്ള് ഇരുട്ടാണ്. രാത്രി നിങ്ങൾ ഇരിക്കുന്നു, നമ്മുടെ ലൈറ്റ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഫുള്ള് ഇരുട്ടാണ്. റോഡ് ഫുള്ളും ഭയങ്കര ഇരുട്ടായിരുന്നു. ഫോണാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് സ്വിച്ച് ഓഫായി ഇതേ ഇപ്പിട്ടാണ് വൈൻഡപ്പിന് വേണ്ടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യാത്ര വളരെ ദുഷ്കരമായ യാത്രയായിരുന്നു. നമുക്ക് SNDP പോട്ടെ സൊസൈറ്റിയിലും വില്ലേജിലും കയറി ഇറങ്ങി മടുത്തു. അവസാനം MLA ഓഫീസിൽ പോയി
അവിടെ നിന്ന് ആ PA ചേട്ടൻ്റെ അടുത്ത് 100 രൂപ ഞാൻ കടമായിട്ട് തരാൻ പറഞ്ഞു വണ്ടിക്കൂലിക്ക് വേണ്ടിയെങ്കിലും. അങ്ങനെ പുള്ളി കറക്റ്റായിട്ട് 100 രൂപ ശ്രുതിയുടെ ഗൂഗിൾ പേ ചെയ്ത് തന്ന് ആ പൈസ ഉള്ളതിൻ്റെ പേര് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീടെത്തിയെന്ന് പറയാം. അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വണ്ടിക്കൂലി ഇല്ലാത്ത ദിവസം സ്ഥിതിക്ക് അവിടെ നിന്ന് നടന്നു വന്നു സത്തേനെ, റോഡിലൂടെയും തളർന്നു വീണ് കിടന്നേനെ. അതായിരുന്നു അവസ്ഥ. വളരെ ദുഷ്കരമായ രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഇവിടെ നിന്ന് എത്തിയത്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് താഴത്ത് നിന്ന് കുളിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ താഴത്തെ വീട്ടിലെ ആ ടീച്ചറിൻ്റെ അളിയനാണോ ആരുണ്ട് ഒരാളുണ്ട് അവിടെ. അപ്പോൾ അവിടെ വീട്ടിലാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നമ്മൾ ഓപ്പണായിട്ടൊന്ന് ഡ്രസ്സിലാതെ നിന്ന് കുളിക്കുമ്പോൾ അത് ഒരു മോശമായ പരിപാടിയാണല്ലോ. അപ്പോൾ അതും അവരുടെ പൈപ്പിൻ്റെ ചുട്ടിലിരുന്ന് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരി കൊണ്ടുവന്നത് ഇതേപോലെ അലുമിനിയം ബക്കറ്റുകൂടെ കണ്ട് അത് അതിനകത്ത് നമ്മൾ വെള്ളം കോരി പോകാം. ആ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഞാൻ ഒരാൾ അല്ലെങ്കിൽ അവിടെ ഒരാൾ കുടിക്കണം. അതിന് ശേഷം ഒരു ചെറിയ കനാസിൽ ചെറിയ വെള്ളമുണ്ട് കുറച്ച്, ആ വെള്ളത്തിൽ ഒരാൾ കുളിക്കണം. രണ്ടിനും കൂടി കുളിച്ച് ഇന്ന് ഫ്രഷ് ആവണം. കുറച്ച് വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുളിക്കണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. ചില സമയത്തൊക്കെ 1 കപ്പ് വെള്ളത്തിൽ 2 കപ്പ് വെള്ളത്തിൽ കുളിക്കേണ്ട അവസ്ഥയാണ്. ഇന്നിപ്പോൾ അതുപോലെയാണ് 2 കപ്പ് വെള്ളത്തിൽ കുളിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഇപ്പോൾ ശ്രുതി അവളുടെ പണി തുടങ്ങി. ഞങ്ങൾ രണ്ടാളും നടന്ന് തളർന്ന് ശരിക്കും പറഞ്ഞാൽ ഒട്ടും വയ്യാത്ത അവസ്ഥയായി. നമുക്കിനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ആയിട്ട് നമുക്ക് വീണ്ടും വില്ലേജിൽ പോകാനുണ്ട്. വീണ്ടും നമുക്ക് മറ്റേ സൊസൈറ്റിയിൽ പോകാനുണ്ട്. സൊസൈറ്റിയിൽ അവർ കുറേയൊക്കെ MLA ഓഫീസിൽ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ കുറേ കാര്യങ്ങളൊക്കെ അവർ കുറച്ച് പേപ്പറൊക്കെ കുറച്ചുകൂടി പേപ്പർ ഇതാക്കി വേറെ പേപ്പേഴ്സൊക്കെ ആട് ചോദിച്ചിട്ടുണ്ട്. വെച്ചാൽ ഈ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റിന് പകരം അവർ ചോദിച്ചത് ബന്ധുത്വ സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് അത് ചോദിച്ച് അത് പെട്ടെന്ന് കിട്ടുന്ന പറഞ്ഞത്. അതായത് വില്ലേജിൽ പോയി നോക്കണം, എത്ര സമയം എടുക്കും നമുക്ക് അറിയില്ല. പോയി അന്വേഷിച്ചൊക്കെ കിട്ടിയാൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോൺ അപേക്ഷിക്കാം. ലോൺ വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കമ്മിറ്റിയോട് ഇതാക്കി തരാമെന്നൊക്കെ പ്രസിഡന്റ് പറഞ്ഞു. MLA ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ഒരു സഹായം നമുക്ക് കിട്ടി. MLA ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ഒരു സഹായം അവർക്ക് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ശ്രുതി അവളുടെ പണി തുടങ്ങാണ്. നമ്മളെന്തായാലും കുടിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാകട്ടെ. എന്തായാലും അപ്പോൾ മാക്സിമം ഷോർട്സിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളെന്തായാലും ഇനിയിപ്പോട്ട് ഫ്രഷായിട്ടൊന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യട്ടെ. സമയം ഇപ്പോൾ ഏകദേശം 7 മണിയായി. കറക്റ്റ് 7 മണിയായി. ഇനിയിപ്പോൾ ഒന്ന് റെഡി ആവണം, എല്ലാവരും ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഷോർട്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ വീഡിയോ എടുത്ത ഡേറ്റ് വന്ന് ഇന്ന് മെയ് 2-ാം തീയതിയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോൾ ആവുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് കാലതാമസം എടുക്കും അപ്ലോഡ് ചെയ്യാൻ. ഇവിടുത്തെ റേഞ്ചിൻ്റെ പ്രോബ്ലംസും നെറ്റിൻ്റെ പ്രോബ്ലംസൊക്കെ കൊണ്ടാണ് ലേറ്റ് ആവണത്. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നാളെ 3-ാം തീയതി ഇവരുടെ അക്കൗണ്ടിൽ ലോൺ പോകണം. 13,000 രൂപ വേണം ലോൺ പോകാനായിട്ട്. നമ്മൾ PF പൈസ വലിച്ചിട്ട് ഇത്രയാണ്ട് അക്കൗണ്ട് വന്നിട്ടില്ല. അത് ഇച്ചിരി പെട്ട അവസ്ഥയായി പോയി. ഇനിയിപ്പോൾ ലോൺ എന്തെങ്കിലും പിടിയില്ലാത്ത അവസ്ഥയിലാണ്. വീട്ടിൽ മമ്മീനെ മമ്മിയെ കുറേ പൈസയൊക്കെ തന്ന് സഹായിച്ചു. 10, 20, 30, 25,000 അടുത്ത് മമ്മി തന്ന് സഹായിച്ചത്. അപ്പോൾ അങ്ങനെ ലോൺ അടയ്ക്കാണ്ട് കുറച്ച് ദിവസമൊക്കെ മമ്മി തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോഴും ബാക്കി പൈസ തയ്ക്കൂല. മമ്മി പൈസ ഒപ്പിച്ചത് അനിയന്മാർ സ്വിഗ്ഗി ഓടിയിട്ടും പിന്നെ ഒരു അനിയൻ്റെ സാലറിയും എല്ലാം കൂടി ചേർത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് 10-25,000 മമ്മീനെ അയച്ചു തന്നിട്ട്. പിന്നെ ഞങ്ങളിപ്പോൾ വേറെയും കുറേ ചെറിയ ലോൺ അപ്പോൾ നിന്നൊക്കെ 5,000-6,000 വെച്ചൊക്കെ ലോണൊക്കെ എടുത്തിട്ടാണ് ഇന്നത്തെ ലോണൊക്കെ അടഞ്ഞു പോയത്. ഇനിയിപ്പോൾ നാളെ ലോണുണ്ട്, 5-ാം തീയതി ലോണുണ്ട്. ഈ ലോണൊക്കെ അടയാനായിട്ടുള്ള പൈസ ഒട്ടുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വഴി ലാസ്റ്റ് സമയം കിട്ടുന്ന പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ അടുത്ത പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് പിന്നീടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു ഗൈസ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം RJ ഗൈസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ ഗൈസ്, താങ്ക് യു. ഫൈനലി ഗൈസ് നമ്മൾ വീട്ടിലെത്തി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് പറയാൻ പാടില്ല. ഞാൻ വിയർത്ത് കുളിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കാട്ടുവഴി കൂടെ നടന്നു വന്നു കഴിഞ്ഞാൽ മല കയറി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്.